ഹലോ, ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നോർമൽ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്നാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഞാൻ എവറിഡേ ബേസിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡെർമക്കോയുടെ മോയ്സ്ചറൈസറാണ്. ഇതൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. സോ അധികം കുറേ നേരം വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് ഡള്ളാവാതിരിക്കാനും അത്യാവശ്യം നല്ല ഓയിൽ ഫ്രീ ആയിട്ട് ഫേസ് സൂക്ഷിക്കാനും ഈ ഒരു മോയ്സ്ചറൈസറിന് പറ്റും. സെക്കൻഡ് തിങ്, നല്ല ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്കിൻ ടാൻ ആവാനൊക്കെ ഉള്ള കാര്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ നന്നായിട്ട് തിക്ക് ലെയറിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. സോ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ പ്രൈമറി യൂസ് ചെയ്യും. കാരണം നമ്മൾ വീഡിയോസ് എപ്പോഴെപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ പോഴ്സൊക്കെ കൂടും. സോ നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാരിയറായിട്ട് നിന്നോളും. അപ്പോൾ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉള്ളിലോട്ട് ഇറങ്ങാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫൗണ്ടേഷനാണ്. നോർമലി ഞാൻ ഹൈ കവറേജ് ഫൗണ്ടേഷൻസ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്നത് ഡെർമക്കോയുടെ 2% നയാസിനമൈഡ് ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ അകത്ത് SPF 40 PA++++ ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷനും കൂടി ഇതിൽ നിന്ന് കിട്ടും. ഇവർക്ക് മെയിൻലി 7 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ലൈറ്റ്, മീഡിയം, ഡീപ്പ് സ്കിന്നുകാർക്ക് സുഖമായിട്ട് പോയിക്കോളും. ഇത് 12 അവർ ലോങ് സ്റ്റേ, 12 അവർ ഓയിൽ കൺട്രോൾ ആയിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇനി ഫുൾ കവറേജ് എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഒട്ടും തന്നെ കേക്കി ഹെവി മാറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല. ശരിക്കും ഒരു സ്കിൻ ലൈക്ക് ലുക്ക് തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. നല്ല രീതിയിൽ കൺസീൽ ചെയ്യും, മാർക്സും സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നയാസിനമൈഡും ഹൈൽട്രോണിക് ആസിഡും നമ്മുടെ സ്കിന്നിന് ഡാർക്ക് സ്പോട്ട്സിനെയും മാർക്സിനെയൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെർമക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈക്കിയിൽ നിന്നോ ഡെർമക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്യാം. ഡെർമക്കോയുടെ ഓരോ പ്രോഡക്ട്സും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതെല്ലാം ഓരോ കുട്ടികളുടെയും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഭൂമി എന്ന് പറയുന്ന പദ്ധതിയായിട്ട് നടത്തുന്നുണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. അതുപോലെ തന്നെ ഡെർമക്കോയുടെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നുണ്ട് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫ് കിട്ടും. ഒരു കുട്ടി വാട്ടർ ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു അതർ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ആ ഫൗണ്ടേഷൻ നന്നായിട്ട് മെൽറ്റായി പോയി. അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. ഇനി നമ്മുടെ ഡെർമക്കോയുടെ ഫൗണ്ടേഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒട്ടും തന്നെ വെള്ളത്തിൽ ഇത് അലിഞ്ഞു പോകുന്നില്ല. സോ ഇതൊരു പ്രോപ്പർ വാട്ടർ റെസിസ്റ്റൻറ്റ് ഫൗണ്ടേഷനാണ്. സോ നമ്മൾ ഫൗണ്ടേഷൻ്റെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ബേസ് സെറ്റ് ചെയ്യുകയാണ് ഏറ്റവും ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. സോ നന്നായിട്ട് ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ലോങ് വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു കൺസീലറാണ്. എനിക്കൊരു 1 to 2 ഷെയ്ഡ്സ് ഡാർക്കറാണ് ഈ ഒരു കൺസീലർ. സോ എൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസൊക്കെ കവർ ചെയ്യാൻ ഇത് പെർഫെക്റ്റ് ആണ്. സോ ഈ ഒരു കൺസീലറും ഈ ഒരു ഫൗണ്ടേഷനും അത്യാവശ്യം ലോങ് സ്റ്റേ ആണ്. സോ എന്നെപ്പോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ലോങ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എറ്റ്യൂഡ് ഹൗസിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഐബ്രോസ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. സോ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ മേബിലിൻ ഫിറ്റ് മീയുടെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് അനങ്ങത്തില്ല. ഈ ഒരു പൗഡറാണെങ്കിലും കെ ബ്യൂട്ടിയുടെ പൗഡറാണെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സെറ്റിംഗ് പൗഡറാണ്. ഇത് കുറച്ചും കൂടി ഒരു തിക്കാണ് കെ ബ്യൂട്ടിൻ്റെ അപേക്ഷിച്ച്. സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ് പൗഡർ. സോ ബ്രൈഡൽ ലുക്സിനാണെങ്കിലും എവറി ഡേ കോളേജിലൊക്കെ വേറെ ബേസ് മേക്കപ്പ് ഇല്ലാണ്ട് പോകാനാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഫേസ് ഒന്ന് ബ്രോൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കൊരു സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ബ്രോൺസപ്പ് അല്ല മെയിൻലി ചെയ്യുന്നത്, ഞാൻ ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുവാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഫേസിന് നല്ലൊരു സ്ട്രക്ചർ കൊടുക്കും. അപ്പോൾ ഞാൻ മേക്കപ്പ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പം അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിക്കുന്ന വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ചബ്ബി ചീക്സ് ഒക്കെ ആണെങ്കിൽ നല്ലൊരു സ്ട്രക്ചേർഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നോസും അതുപോലെ തന്നെ ചീക്സും നന്നായിട്ട് കോണ്ടൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ യെല്ലോ കളേഴ്സിൻ്റെ ഈ ഒരു ബ്രോൺസറാണ്. സത്യത്തിൽ ഇതൊരു ഷിമ്മറി ബ്രോൺസറാണ്. പക്ഷേ എൻ്റെ ഒരു ഷെയ്ഡിന് ഇതൊരു ബ്ലഷായിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഡീപ്പ് സ്കിൻ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ബ്രോൺസറായിരിക്കും നിങ്ങൾക്ക്. സോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബ്ലഷാണ് എവറിഡേ യൂസിൽ. ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. സ്വിസ് ബ്യൂട്ടിയുടെ പ്രോ ബ്ലഷ് പാലറ്റിൽ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സിൽവറിഷ് റോസ് ഗോൾഡ് ടൈപ്പ് ഒരു ഹൈലൈറ്ററാണ്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ മേക്കപ്പ് വീഡിയോസ് അല്ലെങ്കിൽ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഹൈലൈറ്ററായിട്ടിരിക്കാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത്രയൊക്കെ ചെയ്തിട്ട് വേണം ഒന്ന് പ്രസൻറ്റബിളായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഹൈലൈറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മൂഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ബ്രൗൺ ടോപ്പാണ്. സോ ജസ്റ്റ്
ഒരു ബ്ലാക്ക് സ്മോക്കി എന്ന് പറയാനല്ല, ഒരു ലൈറ്റ് ബ്രൗൺ പ്ലസ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വലിയ സംഭവമായിട്ടുള്ള ഐ മേക്കപ്പ് ഒന്നുമില്ല, ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്ക് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ മസ്കാരയും അതുപോലെ തന്നെ കാജലും ഓഫ്ലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉടനെ വരും, സോ വെയിറ്റ് ചെയ്യുക. പിന്നെ പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ നോർമലി ഒരു മൂവ് ഷെയ്ഡൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിക്കും, അല്ലെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാറില്ല. സോ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നോർമലി ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. നല്ല ഫിനിഷ് കൊടുക്കുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. സീരിയസ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു ഗൈസ്.